ഹലോ എവ്രിവൺ, ടാറ്റ ഗ്രൂപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക? തുടക്കകാലം മുതൽ ബിസിനസ്സിൽ മാത്രമല്ല തങ്ങളുടെ എംപ്ലോയീസിന്റെയും ഇന്ത്യയുടെയും ഗ്രോത്തിൽ കൂടി ഫോക്കസ് കൊടുത്തു വന്നവരാണ് ടാറ്റ ഗ്രൂപ്പ്. ഫിലാന്ത്രോപ്പി, എത്തിക്സ്, കോർപ്പറേറ്റ് ഗവേണൻസ് ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യക്കാർ എടുക്കുന്ന ഒരു നെയിം ആയിരിക്കും മിക്കവാറും ടാറ്റ ഗ്രൂപ്പ്. ഇതിനൊക്കെയുള്ള കാരണം ടാറ്റ ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള സ്ട്രോങ് ലീഡർഷിപ്പാണ്. ജംഷെഡ്ജി ടാറ്റ, JRD ടാറ്റ, രത്തൻ ടാറ്റ, നിലവിലെ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ എന്നിവരൊക്കെ ഇതിൽ ഉൾപ്പെടും. TCS, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കെമിക്കൽസ് തുടങ്ങിയ ഇന്ത്യയിലെ നിരവധി ബിഗ്ഗസ്റ്റ് കമ്പനീസ് ടാറ്റ ഗ്രൂപ്പിന്റേതാണ്. മിക്കവാറും എല്ലാ സെക്ടേഴ്സിലും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആളുകളുടെ വെൽഫെയറിനൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ടാറ്റ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഗ്രൂപ്പ് മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പിനെ ഫ്യൂച്ചർ റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയർമാൻ മിസ്റ്റർ N ചന്ദ്രശേഖരൻ ടാറ്റ ഗ്രൂപ്പിന്റെ ടോട്ടൽ ലിസ്റ്റഡ് കമ്പനീസ് 29 നിന്നും ഏതാണ്ട് പകുതിയായി 15ലേക്ക് ആക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ടാറ്റ ഗ്രൂപ്പ് അവരുടെ സ്റ്റീൽ ബിസിനസ്സുകളുടെ ഏകീകരണം അനൗൺസ് ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിന്റെ 7 മെറ്റൽ കമ്പനീസ് കൂടി ചേർന്ന് ടാറ്റ സ്റ്റീൽ ആകാൻ പോവുകയാണ്. 29 ലിസ്റ്റഡ് കമ്പനീസ്, 5 ഡസൻ സ്മോൾ അൺലിസ്റ്റഡ് കമ്പനീസ്, പിന്നെ 100 കണക്കിന് സബ്സിഡിയറീസ്, ഇവയെല്ലാം 10 സെക്ടേഴ്സിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഏകീകരണത്തിലൂടെ ടാറ്റ ഗ്രൂപ്പ് എയിം ചെയ്യുന്നത് ഇതിന്റെയൊക്കെ സിനർജീസ് അൺലോക്ക് ചെയ്ത് ബിസിനസിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നതാണ്. പക്ഷേ എന്നാലും 29 ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ടാറ്റ ഗ്രൂപ്പ്സിന് ഉണ്ടോ എന്നൊരു പക്ഷേ ഇതിനിടയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ടാറ്റ എന്ന പേരിന്റെ കൂടെ ചേർക്കാത്ത കുറെ ലിസ്റ്റഡ് കമ്പനീസും ടാറ്റ ഗ്രൂപ്പിനുണ്ട്. പിന്നെ നമ്മൾ അധികം കേൾക്കാൻ സാധ്യതയില്ലാത്ത ചില കമ്പനീസും. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ടാറ്റ ഗ്രൂപ്പിന്റെ ഇങ്ങനെയുള്ള 5 ലിസ്റ്റഡ് കമ്പനീസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ടാറ്റ ഗ്രൂപ്പിന് ഇങ്ങനെയും ഒരു കമ്പനി ഉണ്ടായിരുന്നോ എന്ന് ഇത് കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. പിന്നെ ഗ്രോ മലയാളത്തിന് ഇപ്പോൾ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ചാനൽസ് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഫോളോ us there ഫോർ മോർ അപ്ഡേറ്റ്സ്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ടാറ്റ ഗ്രൂപ്പിന്റെ അധികം ആരും ശ്രദ്ധിക്കാത്ത കമ്പനികളിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ടിൻ പ്ലേറ്റ് കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് TCIL ആണ്. ടിൻ കോട്ടഡ് ആൻഡ് ടിൻ ഫ്രീ സ്റ്റീൽ ഷീറ്റ്സിന്റെ പ്രൊഡ്യൂസർ ആണ് ഈ കമ്പനി. ഇന്ത്യയിലെ ലാർജസ്റ്റ് ടിൻ പ്ലേറ്റ് പ്രൊഡ്യൂസർ ആണ് ഇവർ. കമ്പനിയുടെ 74% റവന്യൂ വരുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും 26% എക്സ്പോർട്സിൽ നിന്നുമാണ്. ടാറ്റ സ്റ്റീലിന്റെ തന്നെ ഒരു സബ്സിഡിയറി ആണ് ടിൻ പ്ലേറ്റ് കമ്പനി. ആൻഡ് ടാറ്റ സ്റ്റീൽ ആണ് ഇതിന്റെ 74.96% സ്റ്റേക്കും ഓൺ ചെയ്യുന്നത്. ടാറ്റ സ്റ്റീലിന്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഏകീകരണത്തോടനുബന്ധിച്ച് ടാറ്റ സ്റ്റീൽ ലോങ് പ്രൊഡക്ട്സ്, ടാറ്റ മെറ്റലിക്സ്, TRF, ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ പ്രൊഡക്ട്സ്, ടാറ്റ സ്റ്റീൽ മൈനിങ്, SNT മൈനിങ് കമ്പനി, പിന്നെ ഈ ടിൻ പ്ലേറ്റ് കമ്പനി ഓഫ് ഇന്ത്യ എന്നിവ ടാറ്റ സ്റ്റീലുമായി മെർജ് ചെയ്യും. പാരന്റ് കമ്പനിയിൽ നിന്നും ധാരാളം സപ്പോർട്ട് ടിൻ പ്ലേറ്റിന് കിട്ടിയിട്ടുണ്ട്. യൂറോപ്പിലെ ലീഡിംഗ് ടിൻ മാനുഫാക്ചറായ ടാറ്റ സ്റ്റീൽ യൂറോപ്പിൽ നിന്നും റിസർച്ച് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ അടുത്ത് അനൗൺസ് ചെയ്ത 15% എക്സ്പോർട്ട് ഡ്യൂട്ടി കമ്പനിയുടെ റവന്യൂവിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനെയും ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയെയും ഷോർട്ട് ടേമിലേക്ക് ഇത് ബാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 312.75 rupees, PE ratio 8.86, debt to equity 0.01, 5-year sales CAGR 38.63%, return on equity 34.87%, 1-year returns 1.56%, 5-year CAGR returns 3.21%, 200 DMA 319.63, RSI 14 45.2. ഇതിന് നമ്മൾ 2 ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജ് അഥവാ 200 DMA, അതുപോലെ തന്നെ RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയിലേക്ക് വന്നാൽ 30-ന് താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട്. അതായത് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബോവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. ഇനി സെക്കൻഡ് കമ്പനി ഈസ് ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിംഗ്സ് ആൻഡ് അസംബ്ലീസ് ലിമിറ്റഡ്, ASAL ലിമിറ്റഡ്. JBM ടൂൾസ് ലിമിറ്റഡ് എന്ന പേരിൽ SK ആര്യ ആൻഡ് അസോസിയേറ്റ്സ് ഗ്രൂപ്പ് 1990-ലാണ് ഇത് തുടങ്ങുന്നത്. കമ്പനി പാസഞ്ചർ കാർസ് ആൻഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള വെൽഡഡ് അസംബ്ലീസ് ആൻഡ് മൊഡ്യൂൾസ്, ഷീറ്റ് മെറ്റൽ, സ്റ്റാമ്പിംഗ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നു. മാനുഫാക്ചർ ആൻഡ് സെയിൽസിൽ നിന്നും കമ്പനി അതിന്റെ 95%-ൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നു. പൂനെ, മഹാരാഷ്ട്ര, പന്നഗർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലായി കമ്പനിക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ട്. 1994-ൽ കമ്പനി ലിസ്റ്റ് ചെയ്തു. 1997-ൽ ടാറ്റ ഓട്ടോകോം സിസ്റ്റം ലിമിറ്റഡുമായി ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങി.
2002 SKAA ഗ്രൂപ്പ് ഈ കമ്പനിയിൽ നിന്നും എക്സിറ്റ് ആവുകയും അവരുടെ മുഴുവൻ ഹോൾഡിംഗ്സും ടാക്കോ ആൻഡ് ടാറ്റ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് കൈമാറുകയും ചെയ്തു. ഇന്ന് ഓട്ടോമോട്ടീവ് സ്റ്റാമ്പിംഗ്സ് ആൻഡ് അസംബ്ലീസ് ലിമിറ്റഡിന്റെ 75% ടാറ്റ ഓട്ടോകോം സിസ്റ്റംസ് ലിമിറ്റഡ് ഓൺ ചെയ്യുന്നു. ടാക്കോയിൽ നിന്നും മറ്റു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും കിട്ടുന്ന സ്ട്രോങ് ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് സപ്പോർട്ടാണ് കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയാം. ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ കാർ സെഗ്മെന്റുകളിലേക്കുള്ള ഷീറ്റ് മെറ്റൽ സ്റ്റാമ്പിംഗ്, വെൽഡഡ് അസംബ്ലീസ് ആൻഡ് മൊഡ്യൂൾസ് എന്നിവയുടെ ലീഡിംഗ് സപ്ലയർ ആണ് നമ്മുടെ ഈ കമ്പനി. അതിനു പുറമെ ടാക്കോയിൽ നിന്നും ടാറ്റ ക്യാപിറ്റലിൽ നിന്നും ഈ കമ്പനിക്ക് ഫണ്ടിംഗ് നീഡ്സ് ആൻഡ് ഡെറ്റ് സർവീസസിനുള്ള ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് കിട്ടുകയും ചെയ്യും. ഫിനാൻഷ്യൽ ഇയർ 2021 കമ്പനിക്ക് 30 കോടി രൂപയുടെ ഒരു ക്യാഷ് ലോസ് ഉണ്ടായി. അങ്ങനെ ഇവരുടെ നെറ്റ് വർത്ത് നെഗറ്റീവായി ടു ₹13 crores. ഇത് കമ്പനിയുടെ വീക്ക് ഫിനാൻഷ്യൽ റിസ്ക് പ്രൊഫൈൽ ആണ് കാണിക്കുന്നത്. ഹലോളിലും ചഗനിലുമുള്ള ഭൂമി വിറ്റുകൊണ്ട് കമ്പനി ഫിനാൻസസ് ഇംപ്രൂവ് ചെയ്തെങ്കിലും ഈ നഷ്ടം വരും കാലങ്ങളിൽ അവരുടെ ബാലൻസ് ഷീറ്റിൽ ഹെവി ആയി തന്നെ കിടക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു കമ്പനി എങ്ങനെയാണ് ബിസിനസ് കൊണ്ടുപോകുന്നതെന്നും നെറ്റ് വർത്ത് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നും ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനമായും മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ഇനി നമുക്ക് ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് ₹409. PE ratio 10.48, 5-year sales CAGR 14.85%, return on equity 30.67%, 1-year returns 499.05%, 5-year CAGR returns 34.45%, 200 DMA 410.16, RSI 40. നെക്സ്റ്റ് കമ്പനി ഈസ് നെൽകോ ലിമിറ്റഡ്. ടാറ്റ പവറിന്റെ ഒരു സബ്സിഡറി ആയ നെൽകോ 1940 സ്ഥാപിക്കുന്നത്. VSAT കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലാണ് ഈ കമ്പനി നിലവിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. VSAT എന്ന് വെച്ചാൽ വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ എന്നാണ്. ഒരു 2-way സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷനായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇത്. ഡേറ്റ, വോയിസ് ആൻഡ് വീഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബിസിനസിനായിട്ടുള്ള പല ഇന്നോവേറ്റീവ് ആൻഡ് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. VSAT ഇൻഡസ്ട്രിയിലെ ഒരു ലീഡിംഗ് പ്ലെയർ ആണ് ഇവർ. വളർച്ചാ സാധ്യതയുള്ള 1400 കോടി രൂപ വരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ 26% മാർക്കറ്റ് ഷെയർ കവർ ചെയ്യുന്നത് നെൽകോ ആണ്. ബാങ്കിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, റിന്യൂവബിൾ എനർജി, ടെലിമെഡിസിൻ, മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് റൂറൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ സെക്ടറുകളിലുള്ള VSATസിന് ഈ കമ്പനി സേവനം നൽകുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ ബാങ്കിംഗ് സെഗ്മെന്റ് എന്നിവയിൽ ഇവർക്ക് സ്ട്രോങ് മാർക്കറ്റ് ലീഡർഷിപ്പും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആണ് ഇന്ത്യയിൽ VSATന്റെ ലൈസൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിസംബർ 2018 ഗവൺമെന്റ് ഇൻഫ്ലൈറ്റ് ആൻഡ് മേരിടൈം കമ്മ്യൂണിക്കേഷൻ പോളിസി ലോഞ്ച് ചെയ്തു. ഈ പോളിസിയിലൂടെ ഇന്ത്യൻ ആകാശത്ത് പറക്കുന്ന എയർക്രാഫ്റ്റുകളിൽ VSATസിന്റെ സഹായത്തോടെ വോയിസ് ആൻഡ് ഇന്റർനെറ്റ് സർവീസ് നൽകാനുള്ള പവർ ഇനിയുണ്ടാവും. അതുകൊണ്ട് തന്നെ എയർ ആൻഡ് മാരിടൈം മൊബിലിറ്റി സ്പേസ് VSAT ഇൻഡസ്ട്രിയുടെ സൈസ് മീഡിയം ടേമിലേക്ക് വലുതാക്കുകയും ചെയ്യും. ഈ ഗ്രോത്തിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് നെൽകോയുടെ ഇൻഫ്ലൈറ്റ് ആൻഡ് മാരിടൈം കമ്മ്യൂണിക്കേഷന്റെ ബിസിനസ് റവന്യൂവിൽ കാണാനും നമുക്ക് സാധിക്കും. ഈ സെഗ്മെന്റ് ഫിനാൻഷ്യൽ ഇയർ 2022 ബിസിനസ് റവന്യൂവിൽ 20% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഫിനാൻഷ്യൽ ഇയർ 2021 ഇത് 15% മാത്രമായിരുന്നു. കമ്പനിക്കുള്ള ഒരു റിസ്ക് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ബിസിനസ് ആണ്. ഇത് ഇയർ ഓൺ ഇയർ വളർന്നുകൊണ്ടിരിക്കുന്നത് ഗ്രോസ് കറന്റ് അസറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ക്ലയൻസിന് ബില്ല് കൊടുക്കുന്നത് ക്വാർട്ടർലി ആയിട്ടാണ് എന്നുള്ളത് കൊണ്ട് ഇവരുടെ റിസീവബിൾ ഓർ പേയബിൾ ഡേയ്സ് അറൌണ്ട് 100 ഡേയ്സ് ആണ്. അപ്പോൾ ഡെറ്റ് ഡേയ്സ് ഇത്രയുമാണ്. ഡെറ്റ് ഡേയ്സ് എന്ന് വെച്ചാൽ എന്താ? കസ്റ്റമേഴ്സിൽ നിന്നുമുള്ള പേയ്മെന്റ് കിട്ടാൻ എടുക്കുന്ന ദിവസങ്ങളുടെ ആവറേജ് നമ്പറാണ്. ഈ നമ്പർ ബെറ്റർ ആകും തോറും ജനറലി ബിസിനസ്സിന് അത് നല്ലതാണ്. ഇനി ഈ കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് ₹916.1, PE ratio 127.12, debt to equity 0.91, 5-year sales CAGR 12.6%, return on equity 19.04%, 1-year returns 4.44%, 5-year CAGR returns 50.87%. 200 DMA 712.15, RSI 14, 55.7. Fourth company is Tejas Network Limited. Tejas Network ഒരു ഗ്ലോബൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡ്രൈവൺ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് കമ്പനിയാണ്. ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ, ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈ പെർഫോമൻസ് ഒപ്റ്റിക്കൽ ആൻഡ് ഡേറ്റ നെറ്റ്വർക്കിംഗ് പ്രൊഡക്ട്സിലാണ്. പെൻറ്റോൺ ഫിൻവെസ്റ്റ് എന്ന തങ്ങളുടെ സബ്സിഡിയറിയിലൂടെ ടാറ്റ ഗ്രൂപ്പ് ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് തേജസ് നെറ്റ്വർക്ക്സ് ലിമിറ്റഡിൽ നടത്തിയിട്ടുണ്ട് വിത്ത് 34% സ്റ്റേക്ക്.
ഇവരുടെ പ്രൊഡക്ട്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ്, യൂട്ടിലിറ്റി കമ്പനീസ്, ഗവൺമെന്റ് ആൻഡ് ഡിഫൻസ് ഓർഗനൈസേഷൻസ് എന്നിവരാണ്. ടാറ്റ സൺസിന്റെ സപ്പോർട്ടും കമ്പനിയുടെ സ്വന്തം ലോങ് ടേം ക്ലയന്റ് റിലേഷൻഷിപ്സും റവന്യൂ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും വളർത്താനും സഹായിക്കുന്നു. ഇത് മാർക്കറ്റ് പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യാനും വളർച്ചയുടെ വേഗത കൂട്ടാനും പാകത്തിൽ ഇവരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതി എയർടെൽ, ജിയോ ആൻഡ് വോഡാഫോൺ ഐഡിയ തുടങ്ങിയ ഇന്ത്യൻ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ സെൽ ടവേഴ്സ് തമ്മിലുള്ള ഫൈബർ ബേസ്ഡ് കണക്ടിവിറ്റി കൂടുതൽ നന്നാക്കിക്കൊണ്ട് കസ്റ്റമേഴ്സിന് റിലയബിൾ ആൻഡ് ഫാസ്റ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെവലപ്മെന്റ് തേജസ് നെറ്റ്വർക്കിന് വളരെയധികം പോസിറ്റീവായ ഒന്നാണ്. ഈ സെൽ ടവറുകൾ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻസ് എക്യുപ്മെന്റ്സ് ആൻഡ് ആന്റിന എന്നിവയുമായി മൗണ്ട് ചെയ്ത് വെച്ചാണ് അതിന് ചുറ്റുമുള്ള മൊബൈൽ ഫോൺസ്, റേഡിയോസ് പോലെയുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് പവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഇവർ നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ഇന്ത്യ പുഷും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമും കമ്പനിയെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ വളർന്നിട്ടില്ല. ഇതേ കാലയളവിൽ പക്ഷേ കമ്പനിയുടെ എക്സ്പെൻസസ് വളരാനാണ് സാധ്യത. ഫിനാൻഷ്യൽ ഇയർ 2022 അവസാനം 3 ക്വാർട്ടറിൽ വലിയ നഷ്ടം കമ്പനിക്കുണ്ടായി. ഇതിന്റെ കാരണം ഇൻഡസ് ടവേഴ്സ്, HFCL ആൻഡ് ITI എന്നിവയിൽ നിന്നുമുള്ള ഹൈ കോമ്പറ്റീഷനും ഓർഡറുകളുടെ ലോ ഇൻഫ്ലോവും ഹൈ മെറ്റീരിയൽ ആൻഡ് എംപ്ലോയി കോസ്റ്റും ഒക്കെയാണ്. മാത്രമല്ല ഉയർന്ന ഇൻവെന്ററി ഡേയ്സ്, ഹൈ കളക്ഷൻ ഡേയ്സ് എന്നിവ കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലിനെ ഹിസ്റ്റോറിക്കലി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ബിസിനസിനെ സംബന്ധിച്ച് ഇതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ റവന്യൂ ആക്കി കൺവേർട്ട് ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ ഇത് കൂടുതലാകുന്നത് കമ്പനിക്ക് അത്ര നല്ല കാര്യമായിട്ടല്ല കണക്കാക്കുന്നത്. ഇനി കീ റേഷ്യോസ് ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഇപ്പോൾ സ്ക്രീനിൽ കാണാം. Current market price 706.9 rupees, debt to equity 0.01, 5-year sales CAGR -8.84%, return on equity -4.6%, 1-year returns 44.17%, 5-year CAGR returns 18.35%, 200 DMA 481.27, RSI 14 70.6. അപ്പോൾ ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് കമ്പനിയാണ് ട്രെൻഡ് ലിമിറ്റഡ്. ഡിസംബർ 1952 ലാക്മെ ലിമിറ്റഡ് എന്ന പേരിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ലിമിറ്റഡ്. കോസ്മെറ്റിക്സ്, ടോയ്ലറ്ററീസ് ആൻഡ് പെർഫ്യൂമറി പ്രൊഡക്ട്സ് എന്നിവയുടെ മാനുഫാക്ചറിംഗ്, സെല്ലിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗിലൊക്കെ ആയിരുന്നു ലാക്മെ ഇൻവോൾവ് ചെയ്തിരുന്നത്. മാർച്ച് 1998 ലിറ്റിൽ വുഡ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുത്തുകൊണ്ട് ലാക്മെയുടെ സബ്സിഡറി ആയ ലാക്മെ എക്സ്പോർട്സ് ലിമിറ്റഡ് ലിറ്റിൽ വുഡ്സ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡുമായി കൂടിച്ചേർന്നു. ആ എൻറ്റിറ്റിയാണ് ഇന്ന് ട്രെൻഡ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്നത്. ട്രെൻഡ് ലിമിറ്റഡ് പലതരത്തിലുള്ള റീറ്റെയിൽ ഫോർമാറ്റ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അപ്പാരൽ, ഫുട്വെയർ, ആക്സസറീസ്, ടോയ്സ്, സ്പോർട്സ്, ഫുഡ്, ഗ്രോസറി ആൻഡ് നോൺ ഫുഡ് പ്രൊഡക്ട്സ് എന്നിവയുടെ റീറ്റെയിലിംഗിൽ എൻഗേജ് ചെയ്യുന്നു. വാല്യൂ ഫാഷൻ മുതൽ ലക്ഷറി പ്രൊഡക്ട്സ് വരെ നീളുന്ന ഫാഷൻ ഇൻഡസ്ട്രിയുടെ എല്ലാ സെഗ്മെന്റുകളുടെയും റീറ്റെയിൽ സെഗ്മെന്റിൽ ട്രെൻഡ് ഇപ്പോൾ പ്രസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെൽ നോൺ ബ്രാൻഡ്സ് ആയ വെസ്റ്റ് സൈഡ്, ലാൻഡ്മാർക്ക്, സുഡിയോ ആൻഡ് സ്റ്റാർ എന്നിവ ഇവരുടെ ബ്രാൻഡുകളാണ്. 30 ജൂൺ 2022 പ്രകാരം ഇന്ത്യയിലുടനീളം 121 സിറ്റീസിലായി അപ്രോക്സിമേറ്റ്ലി 445 സ്റ്റോറുകളിലൂടെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. വെസ്റ്റ് സൈഡ് സ്റ്റോഴ്സ് 200ഉം സുഡിയോ സ്റ്റോഴ്സ് 233ഉം ഉണ്ട് ഇവർക്ക്. ഗ്രോസറി റീറ്റെയിലിംഗിലും ഇവർക്ക് പ്രസൻസ് ഉണ്ട്. സ്റ്റാർ സ്റ്റോഴ്സ് എന്ന ജോയിന്റ് വെഞ്ചർ കമ്പനിയിലൂടെ ഇവരുടെ ട്രെൻഡ് ഹൈപ്പർ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ടാറ്റയുടെ സ്ട്രോങ് സപ്പോർട്ടും ട്രെൻഡിന്റെ എക്സ്പീരിയൻസ്ഡ് മാനേജ്മെന്റ് ടീമും കമ്പനിയുടെ വളർച്ചയ്ക്കുള്ള 2 ഹ്യൂജ് ഫോഴ്സുകളാണ്. ഫിനാൻഷ്യൽ ഇയർ 2020 ടാറ്റ സൺസ് 950 crore rupees ട്രെൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് ട്രെൻഡിന്റെ എക്സ്പാൻഷൻ പ്ലാൻസിനും വെയർ ഹൗസിംഗ് ആക്ടിവിറ്റീസ് പോലെയുള്ള ബാക്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിനും ഫണ്ട് ചെയ്യാൻ ട്രെൻഡിനെ സഹായിക്കും. വെസ്റ്റ് സൈഡിൽ നിന്നാണ് ട്രെൻഡിന്റെ മെജോറിറ്റി റവന്യൂവും വരുന്നത്. പ്രൈവറ്റ് ലേബൽ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഇൻ ഹൗസ് ബ്രാൻഡ്സിൽ നിന്നുമാണ് ഇവർ മുഴുവൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2021 7,159 rupees per square feet എന്നതിൽ നിന്നും വെസ്റ്റ് സൈഡിന്റെ സെയിൽസ് ഫിനാൻഷ്യൽ ഇയർ 2022 ആയപ്പോൾ 9,950 rupees per square feet ആയി ഉയർന്നു. ഇത് ട്രെൻഡിന്റെ സ്ട്രോങ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഒരു തരത്തിൽ വെസ്റ്റ് സൈഡ് ട്രെൻഡിന്റെ ബിസിനസ് വളരാൻ സഹായിക്കുമ്പോൾ മറുവശത്ത് കമ്പനിയുടെ സബ്സിഡറീസ് ആയ ലാൻഡ്മാർക്ക്, ബുക്കർ ഇന്ത്യ ആൻഡ് സ്റ്റാർ ബസാർ ഒക്കെ തുടർച്ചയായി ലോസസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കാരണം ട്രെൻഡിന് ഇവയെ സ്ഥിരമായി ഫണ്ട് ചെയ്യേണ്ടതുണ്ട് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സബ്സിഡറീസിന്റെ കമ്പൈൻഡ് ലോസസ് ഫിനാൻഷ്യൽ ഇയർ 2021 49.64 crore rupeesൽ നിന്നും ഫിനാൻഷ്യൽ ഇയർ 2022 ആയപ്പോൾ 113.22 crores ആയിട്ടുണ്ട്. ഇതിനു പുറമെ ലൈഫ് സ്റ്റൈൽ ഇന്റർനാഷണൽ, ആദിത്യ ബിർള ഫാഷൻസ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ് തുടങ്ങിയ റീറ്റെയിലേഴ്സിൽ നിന്നും ട്രെൻഡ് വളരെ ഇന്റൻസ് കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. അതിനും പുറമെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങിയ ഓൺലൈൻ റീറ്റെയിലേഴ്സിൽ നിന്നുമുള്ള ഹൈ കോമ്പറ്റീഷനും ഉണ്ട്. ഇതൊക്കെ ഗ്രോത്തിനെ ബാധിക്കാം. ഇനി കീ റേഷ്യോസ് ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം.
Current market price 1,447 rupees, PE ratio 172.29, debt to equity 2, 5-year sales CAGR 19.94%, return on equity 1.6%, 1-year returns 38.57%, 5-year CAGR returns 35.8%, 200 DMA 1,206.85, RSI 1457. അപ്പോൾ ഇതൊക്കെയാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെതാണ് എന്ന് അധികം ആർക്കും അറിയാത്ത ആ 5 കമ്പനികൾ. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.